വിശുദ്ധ സുവിശേഷം, യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. യേശു പറഞ്ഞു വഴിയും സത്യവും ജീവനും ഞാനാണ്. യേശു പറഞ്ഞു വഴിയും സത്യവും ജീവനും ഞാനാണ്. ആമേൻ, സ്തോത്രം. I am the way, I am the life, I am the truth. എന്താ അതിന്റെ അർത്ഥം? എന്താണ് യേശു പറഞ്ഞ വഴി? എന്താ വഴിയും സത്യവും? I am the truth. ഞാൻ സത്യമാവുന്നു. എന്താണ് യേശു ആവുന്ന സത്യം? I am the life. ഞാൻ ജീവനാണ്. ഞാനാകുന്നു എന്ന് യേശു പറയുന്ന ഭാഗങ്ങൾ നമുക്ക് യോഹന്നാന്റെ സുവിശേഷത്തിൽ കാണാൻ സാധിക്കും. ഞാനാകുന്നു, അല്ലേ? ഞാനാകുന്നു എന്ന് യേശു പറഞ്ഞ ഭാഗങ്ങളെ യോഹന്നാനാണ് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയാകുന്നു, ഞാൻ ജീവന്റെ അപ്പമാകുന്നു, ഞാൻ പുനരുത്ഥാനവും ജീവനും ആകുന്നു, ഞാൻ വഴി സത്യമാകുന്നു. ഇങ്ങനെ ഞാനാകുന്നു എന്ന് യേശു പറഞ്ഞ ഭാഗങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തന്നിരിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിലാണ് നമുക്കത് കാണാൻ സാധിക്കുന്നത്. ഇവിടെ യേശു ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. യേശു പറഞ്ഞു വഴിയും സത്യവും ജീവനും ഞാനാണ്. സ്തോത്ര, ഹല്ലേലൂയ. ഒരു വലിയ പ്രഖ്യാപനമാണത്. വഴിയും സത്യവും ജീവനും. ഇതിന്റെ ആഴം അറിഞ്ഞാൽ ക്രിസ്ത്യാനിയെ, സ്തോത്ര, ഹല്ലേലൂയ, നിന്റെ വിശ്വാസം വർദ്ധിക്കും, നിന്റെ വിശ്വാസം ബലപ്പെടും. എൻ്റെ നാഥൻ, എൻ്റെ ജീവിക്കുന്ന ദൈവത്തിൽ നമ്മൾ വിശ്വസിച്ച് നമ്മൾ ബലപ്പെടും. ഇതിന്റെ ആഴത്തിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ, തോമസ് ചോദിച്ചു, കർത്താവേ, നീ എവിടേക്ക് പോകുന്നത് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും? ഇതാണ് തോമസിന്റെ ചോദ്യം. ഞാൻ പോകുന്നിടത്തേക്ക് യേശു പറഞ്ഞു, ഞാൻ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. ഈ പോകുന്ന സ്ഥലം എങ്ങോട്ടാന്ന് തോമസ് ചോദിക്കുമ്പോൾ, ഞാൻ പോകുന്ന സ്ഥലത്തെ കുറിച്ച് യേശു പറയുകയാണ്, വഴിയും സത്യവും ജീവനും ഞാനാണ്. അപ്പോൾ യേശു the way, I am the way, ഞാനാകുന്നു വഴി. ഇത് എന്തിനെ കുറിച്ചായിരിക്കും യേശു പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് ചിന്തിച്ച് എന്തായിരിക്കും യേശു പറഞ്ഞ വഴി? യേശു എങ്ങോട്ടുള്ള വഴിയാണ് കാണിച്ചത്? ഈ ഭൂമിയിലെ ഏതെങ്കിലും സ്ഥലത്തേക്കുള്ള വഴിയാണോ? നസറത്തിലേക്ക്, തന്റെ വീട്ടിലേക്ക് പോകുന്ന വഴി വല്ലതും പറഞ്ഞോ? ഇല്ല. I am the way. ആ വേ എന്ന് പറഞ്ഞതിൽ ഒരു വലിയ അർത്ഥമുണ്ട്. ഞാൻ വഴിയാകുന്നു. എങ്ങോട്ടുള്ള വഴിയാകുന്നു എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത്. യേശു പറഞ്ഞ്, ഞാൻ നിങ്ങൾക്ക് വാസസ്ഥലം ഒരുക്കാൻ പോവുകയാണ്. യോഹന്നാൻ 14:3 വായിക്കാമോ? ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ. ഞാൻ എവിടെയോ പോവുകയാണ്, അല്ലേ? ഞാൻ പോയി, വായിച്ചോ. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകും. നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകും. സ്തോത്ര, ഹല്ലേലൂയ. അപ്പോൾ എവിടെയോ ഞാൻ ആയിരിക്കുന്നിടത്തേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകും. ആ പോകുന്ന വഴി, അവൻ ആയിരിക്കുന്ന സ്ഥലം ആർക്കറിയാം? യേശുവിനറിയാം. ഞാൻ പോവുകയാണ് അവിടെ. ഞാൻ പോയി അവിടെ വാസസ്ഥലം ഒരുക്കിയിട്ട് ഞാൻ വീണ്ടും വന്ന് എന്ത് ചെയ്യും? നിങ്ങളെ ഒരു സ്ഥലത്തേക്ക് എവിടെയോ കൂട്ടിക്കൊണ്ട് പോകുമെന്ന് ഉറപ്പായിട്ട് പറയുകയാണ്. അപ്പോൾ എങ്ങോട്ടോ പോകേണ്ട സ്ഥലം അവനെ അറിയത്തുള്ളൂ, പോകേണ്ട വഴി ആർക്കേ അറിയത്തുള്ളൂ? അവനെ അറിയത്തുള്ളൂ. ആ സ്ഥലം അറിയാവുന്നതിനെ പറഞ്ഞാൽ, ഞാൻ പോയിട്ട് വന്നിട്ട് നിങ്ങളെ ആ വഴി കൂടെ ഞാൻ കൂട്ടിക്കൊണ്ട് പോകും, അങ്ങോട്ട് ഞാൻ കൂട്ടിക്കൊണ്ട് പോകും. എങ്ങോട്ടുള്ള കാര്യത്തെക്കുറിച്ച് യേശു പറയുന്നത്? എങ്ങോട്ടായിരിക്കാം? എങ്ങോട്ടുള്ള വഴിയാ? കഫർനാമിൽ നസ്രത്തിലേക്ക് പോകുന്ന വഴിയാണോ? അല്ല. പിന്നെ എങ്ങോട്ടാ? ഈ ഭൂമിയിലെ കാര്യമല്ല യേശു പറയുന്നത്. ഈ ഭൂമിയിലെ വാസസ്ഥലമല്ല. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. സ്വർഗരാജ്യം നമ്മൾ കാണുന്ന നമ്മുടെ ഭാവനയ്ക്ക് അതീതമാണ്. ഇന്ന് ഭൂമിയിലുള്ളതെല്ലാം അവിടുത്തെ പ്രോട്ടോടൈപ്പാണ്. യേശു കൊണ്ട് ഇവിടുത്തെ സ്വർഗത്തിലും ഇവിടുത്തെ കാര്യം ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ല. അപ്പോൾ സ്വർഗത്തിലെ കാര്യം പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ എത്രമാത്രം വിശ്വസിക്കും? ഹല്ലേലൂയ. യേശു പറഞ്ഞ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലം എന്ന് പറഞ്ഞാൽ, പുതിയ നിയമസഭയെ ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് ക്രിസ്തുവിൽ വിശ്വസിച്ച് ദൈവരാജ്യത്തിൽ പ്രവേശിച്ച നിങ്ങളെ എങ്ങോട്ട് കൊണ്ടുപോകും? ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുപോകും. ദൈവരാജ്യത്തേക്കുള്ള വഴി അവിടുത്തെ നാമത്തിലല്ലാതെ രക്ഷയില്ല, അല്ലേ? യേശുവിൻ്റെ നാമത്തിലല്ലാതെ വിടുതലില്ല. യേശു കൊണ്ടുപോകേണ്ടത് പിതാവിൻ്റെ ഭവനത്തിലേക്ക്
എൻ്റെ ദൈവത്തിൻ്റെ രാജ്യത്തിലേക്ക് നയിക്കാനാണ് അവൻ വന്നിരിക്കുന്നത്. പിതാവ് എന്ന ദൈവം എന്ന അവസ്ഥയിൽ നിന്ന് മനുഷ്യനെ നേടേണ്ടതിന് അവൻ മനുഷ്യനായി മാറി. ഭൂമിയിൽ പുത്രനായിട്ട് നമ്മളെ സ്വീകരിക്കാൻ ദൈവം ഏത് ഫോം എടുത്തു? പുത്രൻ്റെ മനുഷ്യൻ്റെ അവസ്ഥയിലേക്ക് മാറി. കാരണം ഭൂമിയിൽ മനുഷ്യനെ പുത്രനായിട്ട് സ്വീകരിക്കാൻ വേറെ ഒരു ബ്ലഡിനും പറ്റത്തില്ല. അത് ദൈവത്തിന് മാത്രമേ പറ്റത്തുള്ളൂ. എന്നാൽ ദൈവം നമ്മളിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ നമ്മളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യനിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യനെ നേടാൻ. എന്തിനാ? നഷ്ടപ്പെട്ട പാരഡൈസ്, സ്വർഗം നഷ്ടപ്പെട്ട അവസ്ഥയിൽ നിന്ന് തിരിച്ചു കൊണ്ടുപോകാനാണ് യേശു വന്നിരിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. ആദമേ, നിനക്ക് സ്വർഗം നഷ്ടപ്പെട്ടു, തിരിച്ച് എങ്ങനെ പോകണമെന്ന്, തിരിച്ച് എങ്ങനെ കയറണമെന്ന് നിനക്കറിയത്തില്ല ആദമേ. എന്നാൽ നിന്നെ തിരിച്ചു കൊണ്ടുപോകാൻ ഇതാ ദൈവം ഇറങ്ങി വന്നിരിക്കുകയാണ്. അവനിൽ വിശ്വസിച്ചാൽ അവൻ നിന്നെ ഉയർത്തിക്കൊണ്ടുപോകും. പ്രധാന ദൂതന്റെ കാഹള ശബ്ദത്തോടുകൂടി, കർത്താവിന്റെ ഗംഭീരനാഥത്തോടെ വാനമേഘങ്ങൾ തന്റെ വിശുദ്ധരോടത്ത് വരും. കയറി വരിക എന്ന് പറയുമ്പോൾ ഇതാ മരിച്ചവൻ ജീവൻ പ്രാപിക്കും. ദൈവസന്നിധിയിൽ ജീവനോട് ഇരിക്കുന്നവർ രൂപാന്തരം പ്രാപിക്കും. ദൈവസന്നിധിയിൽ ആകാശത്തിലേക്ക് അവൻ ഉയർക്കപ്പെടും. യേശുവാണ് വഴി, അവനാണ് കൊണ്ടുപോകുന്നവൻ. എൻ്റെ ദൈവം എന്നെ ദൈവസന്നിധി തൻ്റെ രാജ്യത്തിലേക്ക് പോകാൻ റെഡിയായിട്ട് നിൽക്കുന്നവനാ. യേശുവിൽ വിശ്വസിച്ചവൻ. ഞാൻ കൊല്ലക്കാരനല്ല, ഞാൻ കേരളക്കാരനല്ല, ഞാൻ സ്വർഗരാജ്യത്തിൻ്റെതാ. എൻ്റെ വീട്ടിൽ പോകാൻ എന്നെ കൊണ്ടുപോകുന്നത് യേശുവാണ്. വഴി അവനാണ്. ഞാൻ ഈ കേരളത്തിലോ ഇന്ത്യയിലോ രാജ്യത്തിലോ കിടന്ന് കറങ്ങാനുള്ളവനല്ല. രൂപാന്തരം പ്രാപിക്കും. കണ്ണിമയ്ക്കുന്ന നേരത്തിൽ നീ രൂപാന്തരം പ്രാപിച്ച് യേശുവിനോട് കൂടെ ചേരും മധ്യാകാശത്തിൽ. ഹല്ലേലൂയ. അതിനെ കൊണ്ടുപോകുന്ന അവനെ, ഞാനേ വഴിയുള്ളൂ, എനിക്കേ നിന്നെ കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ. I am the resurrection. പുനരുദ്ധാനം ഞാനാണ്. ഞാൻ നിശ്ചയിക്കുന്നവനെ പുനരുദ്ധരിക്കത്തുള്ളൂ. ഞാൻ നിശ്ചയിക്കുന്നവൻ എഴുന്നേക്കും. ഹല്ലേലൂയ. എല്ലാം എൻ്റെ നിശ്ചയമാ. അവൻ്റെ വിൽ, അവൻ പറയുന്നവൻ, അവൻ നിശ്ചയിക്കുന്നവൻ. സ്തോത്രം, എല്ലാം അവൻ്റെ കീഴിലാ. സ്തോത്ര, ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. എൻ്റെ ദൈവമായ യേശു ശക്തനായ ദൈവമാ. ഞാനിന്ന് വെറുതെ നിൽക്കല, വാഗ്ദാനം പ്രാപിച്ചാൽ നിൽക്കുന്നത്. ഞാൻ സ്വർഗരാജ്യത്തിന്റെ പൗരത്വം, എൻ്റെ പൗരത്വം സ്വർഗരാജ്യത്തില. ഫിലിപ്പി, യേശുവേ ആരാധന, വിശ്വാസത്തോടെ I am the way. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിഞ്ഞ് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും പിതാവിന്റെ രാജ്യത്തിലേക്ക്. ആ രാജ്യം അറിയാവുന്നവന് മാത്രമേ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ. അവിടെ നിന്ന് വന്നവന് മാത്രമേ അങ്ങോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ. അവിടത്തെ പറ്റി അറിയാവുന്നവൻ, അത് നിർമ്മിച്ചവന് മാത്രമേ അങ്ങോട്ട് നൽകാൻ പറ്റൂ. അനേക വാസസ്ഥലങ്ങളുണ്ട്. നിങ്ങൾക്കായി പണിയപ്പെട്ടിരിക്കുന്ന, നമുക്കായി പണിയപ്പെട്ടിരിക്കുന്ന വാസസ്ഥലം ഒരുക്കിയിട്ടാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ദൈവം പറഞ്ഞു, യേശു പറഞ്ഞു, ഞാൻ ആണ് വഴി. ശിഷ്യന്മാരോട് പറഞ്ഞു, വഴിയെക്കുറിച്ച് പറഞ്ഞു. ശിഷ്യന്മാർ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. നീ എങ്ങോട്ടാണ് പോകുന്നത് എനിക്കറിയത്തില്ല. യേശു വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, ഞാനാണ് ദൈവസന്നിധിയിൽ നിന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നവൻ. എന്നിൽ വിശ്വസിച്ചാൽ മാത്രമേ, എന്നിലൂടെ അല്ലാതെ ആർക്കും പിതാവിൻ്റെ സന്നിധിയിലെത്താൻ സാധിക്കത്തില്ല. കാരണം ഞാൻ തന്നെയാണ് ദൈവം, ഞാനാണ് ക്രിയേറ്റർ, ഞാനാണ് സൃഷ്ടിച്ചവൻ, ഞാനാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. വീണ്ടെടുക്കാൻ വന്നവൻ ഞാനാണ്. എന്നിലൂടെ അല്ലാതെ ഒരുവനും അങ്ങോട്ട് പോകാൻ സാധിക്കത്തില്ല. യേശുവിൽ വരിക, യേശുവിലാകുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ ഭൂമിയിൽ നിൽക്കാൻ, ജീവിക്കാനുള്ളവരല്ല നമ്മൾ, ദൈവസന്നിധിയിൽ ജീവിക്കേണ്ടവരാണ്. യേശു വിളിച്ച് നമ്മുടെ ഏറ്റവും വലിയ അവകാശം എന്ന് പറയുന്നത്, ക്രിസ്തുവിനെ ലഭിച്ചാൽ പിന്നെ നീ ഇവിടത്തെ അല്ല, നീ സ്വർഗരാജ്യത്തിൻ്റെതാണ്. I am the citizen of heaven. ഞാൻ സ്വർഗരാജ്യത്തിൻ്റെ പൗരനാ. എനിക്ക് സ്വർഗരാജ്യത്തിൻ്റെ പൗരത്വമാണ് എൻ്റെത്. മനുഷ്യരുടെ രക്ഷയ്ക്കായി ഭൂമിയിൽ വേറൊരു നാമവും ഇല്ല, യേശുവിൻ്റെ നാമമല്ലാതെ. സ്തോത്ര, ഹല്ലേലൂയ. ഞങ്ങളിങ്ങനെ, നിങ്ങൾ ആ വാക്ക് ടേം അതിൻ്റെ ആഴം അറിയാത്തതുകൊണ്ട് ഇങ്ങനെ വെറുതെ ഇരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഈ മകനൊരു രോഗമുണ്ട് എന്ന് വിചാരിക്കുക. ഒരു രോഗമുണ്ട്, എൻ്റെ സഹോദരനാണ്, ഒരു രോഗമുണ്ടെന്ന് വിചാരിക്കുക. എനിക്ക് കൈമുതലായിട്ടുള്ള ഒന്നേ ഉള്ളൂ, യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി. ഞാൻ യേശുവിൻ്റെ നാമത്തെ ധരിച്ചവനാണെങ്കിൽ എന്ന് പറഞ്ഞാൽ, എൻ്റെ ആഴമേറിയ വിശ്വാസം, എൻ്റെ തീക്ഷ്ണയേറിയ ദൈവസന്നിധിയിലുള്ള സമർപ്പിത ജീവിതം, എൻ്റെ വേർപാട്, ഇതൊക്കെയാണ് എന്നെ യേശു നാമത്തെ ധരിക്കുന്നതിനായി മാറുക. യേശുവിൻ്റെ നാമത്തിൽ ആണ്
നാമത്തെ ധരിച്ചവനാണ് ഞാനെങ്കിൽ എൻ്റെ സഹോദരന് രോഗം വന്നാൽ ഞാനിങ്ങനെ അവൻ്റെ മേൽ, ഞാനെന്നല്ല ആരായാലും യേശുവിൻ്റെ നാമത്തെ ധരിച്ചവൻ ആ യേശുവിൻ്റെ നാമത്തിൽ അവന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ നാമം ഇറങ്ങിച്ചെന്ന് സൗഖ്യപ്പെടും. ആമേൻ, ഹല്ലേലൂയ. യാക്കോബ് 5 പറയുന്നത്, രോഗിയായവൻ പ്രാർത്ഥിക്കട്ടെ, കർത്താവിനെ സൗഖ്യപ്പെടുത്തും. മർക്കോസ് 16:16 വിശ്വസിക്കുന്നവരുടെ കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടാവും. നീ രോഗികളുടെ മേൽ കൈവെക്കും, അവൻ സൗഖ്യം പ്രാപിക്കും. നീ രോഗികളുടെ മേൽ കൈവെക്കും, അവന്റെ മേൽ ദൈവ സാന്നിധ്യം ഇറങ്ങി അവനെ വിടുവിക്കും. അവന് വിഷമുണ്ടെങ്കിൽ അത് ദൈവം സൗഖ്യമാക്കും. അന്ധകാര ബന്ധനങ്ങളുണ്ടെങ്കിൽ ദൈവം ഡെലിവർ ചെയ്യും. ആ നാമം, ജീസസിന്റെ നെയിം വിൽ ഡെലിവർ. സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങൾ എത്ര ശക്തമായി നാമത്തിൽ വിശ്വസിക്കുന്ന അത്രയും ശക്തമായിരിക്കും നിങ്ങളുടെ ഭവനത്തിലെ വിടുതൽ. അതാണ് പറഞ്ഞു വരുന്നത്. നിങ്ങൾ എത്രത്തോളം നാമം ഏറ്റെടുക്കുന്നു അത്രത്തോളം പവർഫുൾ ഡെലിവറൻസും വിടുതലും നിങ്ങളുടെ ഭവനത്തിൽ നടക്കും. അതുകൊണ്ട് പലരോടും ദൈവം നീ പ്രാർത്ഥിക്കുക, ദൈവത്തിന്റെ ശക്തി നിന്നെ വിടുവിക്കട്ടെ. The way means നിന്നെ വിടുതൽ ചെയ്യുന്ന വഴി യേശുവാണ്. നിന്റെ ഭവനത്തിന്റെ ബ്ലെസ്സിങ്ങിന്റെ വഴി ദൈവമാണ്. I am the way means നിന്റെ ഭവനത്തിന്റെ ബ്ലെസ്സിങ് എന്നിലൂടെ മാത്രം. എൻ്റെ നാമത്തിലാണ്, യേശുവിന്റെ നാമത്തിലാണ് വിടുതൽ. വഴി എന്ന് പറയുന്നത് നിസ്സാരം ഒരു സ്വർഗത്തിലേക്കുള്ള വഴി മാത്രമല്ല, നിന്റെ സാൽവേഷന്റെ വഴി, നിന്റെ ഡെലിവറൻസിന്റെ വഴി, നിന്റെ ഹീലിംഗിന്റെ വഴി, നിന്റെ വിടുതലിന്റെ വഴി എല്ലാം യേശുവാണ്. സ്തോത്രം. അതുകൊണ്ട് ഈ നാമമല്ലാതെ വേറെ നാമമില്ല മനുഷ്യന്റെ വിടുതലിനായിട്ട്. ഫിലിപ്പോസേ, I am the way means I am the way of your blessing, I am the way of your healing, I am the way of your deliverance. Hallelujah. ഇത് യേശു നമുക്ക് നൽകുന്ന വഴിയാണ്, യേശുവിന്റെ നാമത്തിന്റെ ശക്തി. യേശു പറയുന്ന I am the truth, ഞാൻ സത്യമാണ്. ഒരുവൻ വന്നൊരു സത്യവാനായ ഗുരു. അപ്പോൾ യേശു ഒരു സത്യം മുഴുവനേ ഉള്ളൂ. അതാരാണ്? യേശു മാത്രമാണ്. ദൈവം മാത്രമാണ് സത്യവാൻ. അപ്പോൾ യേശു വേറൊരാളെയാണ് കാണിച്ചത്. നമുക്കെടുക്കാം കൊലോസ്യർ 1:15 എടുക്കാവോ? കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1:15. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിരൂപവും എല്ലാ സൃഷ്ടികൾക്കും മുമ്പുള്ള ആദ്യജാതനുമാണ്. സ്തോത്ര, ഹല്ലേലൂയ. അതിൻ്റെ അർത്ഥം തന്നെ അദർശനായ ദൈവത്തിൻ്റെ പ്രതിരൂപം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒന്ന് വിടുന്നേ. ആൻഡ്രു എന്നൊരു ആന്തരിക മനുഷ്യനുണ്ട്. ഉണ്ടോ ഇല്ലയോ? ഒരാൾക്കൊരു ആന്തരിക മനുഷ്യനില്ലേ? ഒരുവൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ആന്തരിക മനുഷ്യനാണ്. ഈ ധനവാന്റെ ലാസറിൻ്റെയും യഥാർത്ഥമായ സംഭവത്തിൽ മരിച്ച 2 വ്യക്തികളാണ് സംസാരിക്കുന്നത്. എല്ലാ മനുഷ്യരും ഒരു ആന്തരിക മനുഷ്യനുണ്ട്. അതാണ് യഥാർത്ഥ ആൻഡ്രു, അതാണ് യഥാർത്ഥ ബിബിൻ. ഇത് ഭൂമിയിലെ ജഡമാണ്. അപ്പോൾ ഉള്ളിലിരിക്കുന്നൊരു ആദർശ ആൻഡ്രു ഉണ്ട്, ഒരു ആന്തരിക മനുഷ്യൻ. ഈ ആന്തരിക മനുഷ്യനെ നമുക്ക് കാണാൻ പറ്റത്തില്ല, പക്ഷേ ഫിസിക്കലായിട്ട് ഇതാ നിൽക്കുന്ന ശരീരം. മനസ്സിലായോ? ഫിസിക്കലായി ശരീരം നമുക്ക് കാണാം. അപ്പോൾ ഈ എന്താണ് പറഞ്ഞത്? ഒന്നുകൂടെ വായിച്ച കൊലോസ്യർ 1:15. അദർശനായ ദൈവം ആത്മാവാകുന്നു. ആത്മാവിനെ കാണാൻ പറ്റുമോ? ദൈവം ആത്മാവായ ദൈവത്തിൻ്റെ ഫിസിക്കൽ അപ്പിയറൻസ് ആരാണ്? ജീസസ്. ഒരുവൻ്റെ ശരീരവും ആന്തരിക മനുഷ്യനും ആത്മാവും. ഇദ്ദേഹത്തിൻ്റെ ആത്മാവുണ്ട്, സോൾ ഓഫ് ആൻഡ്രു ദൈവം തന്നിരിക്കുന്നത്. എനിക്കും അങ്ങനെ, എല്ലാവർക്കും അങ്ങനെ. എന്തുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവിനെ പോലെ നമ്മുടെ ഉള്ളിലുള്ളൊരു ആത്മാവുണ്ട്, നമ്മുടെ ഉള്ളിലൊരു ആന്തരിക മനുഷ്യനുണ്ട്, നമുക്കൊരു ഫിസിക്കൽ ശരീരമുണ്ട്. ഇത് മൂന്നും, ദേഹം, ആന്തരിക മനുഷ്യൻ, ആത്മാവ്, മൂന്നും ചേരുമ്പോഴൊരാളാകുന്നത് അല്ലേ? ഇതുപോലെയാണ് ട്രിനിറ്റി ഇരിക്കുന്നത്. ഫിസിക്കൽ അപ്പിയറൻസ്, അദർശനായ ദൈവത്തിൻ്റെ പ്രതിരൂപമാണ് യേശു എന്ന് പറഞ്ഞാൽ നീ ദൈവം തന്നെയാണ്. ഞാൻ കണ്ടു അവനെ. സ്തെഫാനോസ് പറഞ്ഞു, യേശുവിനെ ഞാൻ കണ്ടു, വലത് ഭാഗത്തിരിക്കുന്നു, ഞാൻ കണ്ടു. പത്മോസ് ദ്വീപിൻ്റെ മുൻപിൽ കടലിലേക്ക് ഫേസ് ചെയ്യുന്നൊരു ഗുഹയുണ്ട്. ഇന്നും ആ ഗുഹയുണ്ട് പത്മോസിൽ. തുർക്കിയുടെ ഐലൻഡായ പത്മോസിൽ യോഹന്നാൻ ധ്യാനിച്ചിരുന്ന, അവിടെ ഖനിത്തൊഴിലാളികൾ, പ്രിസണേഴ്സ് എല്ലാം ഖനിത്തൊഴിലാളികളാണ്. ആ ഗുഹയിൽ ധ്യാനിച്ചിരിക്കുന്ന, കടലിലേക്ക് ഫേസ് ചെയ്യുന്ന ഗുഹയിൽ എപ്പോഴും ആകാശത്തേക്ക് നോക്കി ധ്യാനിച്ചിരിക്കുന്ന യോഹന്നാന്റെ മുമ്പിൽ ഒരു രൂപം വന്ന് നിൽക്കുകയാണ്. മാറത്ത് പൊൻകച്ചയണിഞ്ഞ്, കണ്ണുകൾ വെള്ളോടോട് സാദൃശ്യം, നാവിൽ നിന്ന് അഗ്നി പുറപ്പെടുന്നു. ആ രൂപം കണ്ടിട്ട് ഞാൻ മോഹാലിസപ്പെട്ട് വീണു. ദൈവത്തിന്റെ വിശ്വരൂപം താൻ മാറത്ത് ചാരിക്കടന്നതാ പണ്ട്. ആ രൂപത്തെ കണ്ട് ഭയപ്പെട്ടു പോയി. ദൈവം മുൻപിൽ നിൽക്കുകയാ.
നീ വിശ്വസിക്കണം. ഐ ആം ദ ട്രൂത്ത്, ഐ ആം ദ ഗോഡ്. നീ വിശ്വസിക്കണം. പലരും പറയും ക്രിസ്തു ഒരു ചരിത്രം. പക്ഷെ നോ, ജീസസ് ഈസ് ഗോഡ്. ദാറ്റ് ഈസ് ദ ട്രൂത്ത്. ജീസസ് ഈസ് ഗോഡ്. നീ വിശ്വസിക്കണം. സ്തോത്രം, ഹല്ലേലൂയ. അത് ദൈവമാ. അവൻ ദൈവം ഭൂമിയിൽ ഇറങ്ങി വന്നു. ഇതാണ് വലിയ ചരിത്രപരമായ അത്ഭുതം. ഇറ്റ്സ് എ ഹിസ്റ്റോറിക്കൽ മിറക്കിൾ. ഒരു ചരിത്രപരമായ അത്ഭുതമാണ്. ദൈവം നമ്മളോടത്ത് വസിക്കാൻ വന്നു. ഇന്നും അവൻ ജീവിക്കുന്നു. ഇന്നും അവൻ അപ്പിയർ ചെയ്യും. സ്തോത്ര, ഹല്ലേലൂയ. ഞങ്ങളുടെ മുൻപിൽ അപ്പിയർ ചെയ്തിട്ടുണ്ട്. കണ്ടുള്ള അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട് യേശുവിനെ. സ്തോത്ര, ഹല്ലേലൂയ. ഇന്നും അവൻ പ്രത്യക്ഷപ്പെടും. നീ ഞാൻ ദൈവമാണെന്ന് വിശ്വസിക്കണം. സ്തോത്ര, ഹല്ലേലൂയ. എത്ര പേര് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കും? ഐ ആം ദ ട്രൂത്ത്. അവൻ യേശു ദൈവമാണെന്ന് നീ വിശ്വസിക്കണം. യോഹന്നാൻ 1:14 വായിക്കാമോ? വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അവന്റെ മഹത്വം നമ്മൾ ദർശിച്ചു. ആമേൻ. കൃപയും സത്യവും നിറഞ്ഞതും പിതാവിന്റെ ഏകജാതന്റേതുമായ മഹത്വം. ആമേൻ. വചനം മാംസമായി ഇറങ്ങി വന്നു. ദൈവമഹത്വം നമ്മുടെ മധ്യ ഇറങ്ങി വന്നു. ദൈവം ഇറങ്ങി വന്നു. ഐ ആം ദ ആൽഫ, ഐ ആം ദ ഒമേഗ. ആദ്യനും അന്ത്യനും ഞാൻ തന്നെ. സ്തോത്ര, ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കണം. ത്രിയേക ദൈവത്തെ വിശ്വസിക്കണം. ഐ ആം ദ ലൈഫ്, ഐ ആം ദ വേ. വഴി ഞാൻ തന്നെ. ഐ ആം ദ ട്രൂ. സത്യം ഞാനാണ്. ഞാൻ ജീവിക്കുന്ന ദൈവമാണ്. എന്നിലൂടെ അല്ലാതെ വിടുതലില്ല. ദൈവത്തെ നീ വിശ്വസിക്കണം. യേശുവേ ആരാധന. ഐ ആം ദ ലൈഫ്. മൂന്നാമത് പറയാം, വഴി, സത്യവും ജീവൻ. എന്താ ജീവൻ? യോഹന്നാൻ 3:3 വായിച്ചേ. സ്പിരിച്വൽ ലൈഫിനെ പറ്റി അവിടെ പറയുന്നു. എറ്റേണൽ ലൈഫിനെ കുറിച്ച് ദൈവം നമ്മൾ സംസാരിക്കുന്നു. ഒന്ന് സ്പിരിച്വൽ ലൈഫ്. യോഹന്നാൻ 3:3. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ആമേൻ. വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യം കാണാൻ നീ കഴിയില്ല. വീണ്ടും ജനിക്കണം. വീണ്ടും ജനനം നിനക്ക് നൽകുന്ന ദൈവത്തിന്റെ കൃപയുടെ ശക്തിയാണ്. ഒരുവൻ ജനിക്കണമെങ്കിൽ, ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ അവൻ പുതുതായി ജനിക്കണം. അവന് ഒരു സ്പിരിച്വൽ ലൈഫ് ഉണ്ടാകണം. സ്തോത്ര, ഹല്ലേലൂയ. ഒരുവൻ പുതുതായിട്ട് ജനിക്കാതെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റാതെ പുതിയ ജന്മം നൽകുന്നത് യേശുവാണ്. യേശുവിൽ വരുമ്പോൾ ദൈവത്തിന്റെ ജീവൻ നിന്നിൽ ഇറങ്ങുമ്പോൾ, ഒരു ജീവൻ ഒരു ഭ്രൂണത്തിൽ ഇറങ്ങുമ്പോൾ ആ ഭ്രൂണം ഒരു ജീവനായി മാറുന്ന പോലെ യേശുവിന്റെ ജീവൻ നിന്നിൽ ഇറങ്ങുമ്പോൾ നീ പുതുതായി മാറും. പുതുതായി ജനിക്കും. ദൈവരാജ്യത്തിൽ നീ ജനിക്കും. നിന്റെ സ്പിരിച്വൽ ലൈഫിന്റെ ബിഗിനിങ് എവിടെയാണ്? ഞാനാണ് ജീവൻ. ഐ ആം ദ ലൈഫ്. അടുത്തത് എറ്റേണൽ ലൈഫ്. യോഹന്നാൻ 11:25-26. യേശു അവളോട് പറഞ്ഞു, ഞാനാണ് പുനരുദ്ധാനവും ജീവനും. ഞാനാണ് ജീവൻ. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എറ്റേണൽ ലൈഫ് നിനക്ക് തരുന്നത് ഞാനാണ്. ഐ ആം ദ റിസറക്ഷൻ ആൻഡ് ഐ ആം ദ ലൈഫ്. യേശു ജീവനാണ്. നിന്റെ ജീവന്റെ നാഥൻ അവനാണ്. നിന്റെ ജീവൻ ക്രിസ്തുവിൽ നിന്നാണ്. പുനരുദ്ധാനവും ജീവനും ഞാൻ തന്നെ. എറ്റേണൽ ലൈഫ് നിനക്ക് നൽകുന്നത് ദാഹിക്കുന്നവൻ എൻ്റെ ഉള്ളിൽ സൗജന്യമായിട്ട് ഞാൻ അവന് കൊടുക്കും. ജീവന്റെ നദിയിൽ നിന്ന്. ജീവന്റെ നാഥൻ ക്രിസ്തുവാണ്. ഐ ആം ദ വേ, ഐ ആം ദ ട്രൂത്ത്, ഐ ആം ദ ലൈഫ് എന്ന് പറഞ്ഞാൽ നിസ്സാരമായിട്ട് പറയുന്നതല്ല. ഞാൻ ദൈവമാണ്, ഞാനാണ് വഴി. ദൈവരാജ്യത്തിലേക്ക് നിന്നെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഞാനാണ്. ട്രൂത്ത് മീൻസ് ഐ ആം ദ ഗോഡ്. നീ എന്നിൽ വിശ്വസിക്കണം. വിശ്വാസത്താൽ നീതിമാൻ വിശ്വാസത്തിൽ ജീവിക്കണം. 3 ലൈഫ്. ഞാനാണ് നിനക്ക് നിത്യജീവൻ പകരുന്നവൻ. ഞാൻ വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടാകാൻ, അത് സമൃദ്ധമായി ഉണ്ടാകാൻ. യോഹന്നാൻ 10:10. ഞാൻ ജീവൻ വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനും ലഭിക്കാനുമാണ്. യേശുവേ ആരാധന. എന്നിലൂടെ അല്ലാതെ ഒരുവനും പിതാവിലേക്ക് വരില്ല. No one comes to Father except through me. എന്നിലൂടെ അല്ലാതെ ആർക്കും പിതാവിന്റെ സന്നിധിയിൽ എത്താൻ സാധിക്കത്തില്ല. അതിന്റെ അർത്ഥം എന്താണ്? പാപത്തിൽ കിടന്ന നിന്നെ, മനുഷ്യ ജീവിതം പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകറ്റപ്പെട്ടെങ്കിൽ ഇതാ ഞാൻ വന്ന് നിന്നെ ദൈവത്തിലേക്ക് ചേർക്കുകയാണ്. നിന്റെ പാപങ്ങളെ കഴുകി. പാപം മനുഷ്യരാശിയെ നമുക്ക് യെശയ്യാ 69 നമുക്ക് 1-2 അറിയാം. പാപം മൂലം നിന്നെ ദൈവത്തിൽ നിന്ന് അകറ്റിയിരിക്കുകയാണ്. നീ ദൈവത്തിൽ നിന്ന് അകറ്റപ്പെട്ട മനുഷ്യകുലമേ, നിന്നെ തിരിച്ച് വീണ്ടെടുക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ വന്നിരിക്കുന്നത് നിന്നെ ദൈവസന്നിധിയിൽ കയറ്റാൻ. റോമർ 3:23 വായിക്കാവോ? എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി. ദൈവമഹത്വത്തിന് അയോഗ്യരായ ജനത്തെ അവർ അവിടുത്തെ കൃപയാൽ
യേശുക്രിസ്തു വഴിയുള്ള കൃപയിൽ യേശുക്രിസ്തു വഴിയുള്ള വീണ്ടെടുപ്പിലൂടെ സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു. ആമേൻ. നീ നീതീകരിക്കപ്പെട്ടു. നീ ജസ്റ്റിഫിക്കേഷന്റെ പാപങ്ങളെ കഴുകി ദൈവസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി നിന്നെ മാറ്റിയത് യേശുവാണ്. നിന്നെ ദൈവത്തോട് അടുപ്പിക്കുന്നതാണ്, ദൈവത്തിന്റെ സന്നിധി ചേർക്കുന്നതാണ് യേശു. ഹല്ലേലൂയ. 1 പത്രോസ് 3:18 കൂടെ നമുക്ക് വായിക്കാം. 1 പത്രോസ് 3:18. എന്തുകൊണ്ടെന്നാൽ ക്രിസ്തു തന്നെയും പാപങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ മരിച്ചു. ക്രിസ്തു പാപങ്ങൾക്ക് വേണ്ടി മരിച്ച് അത് നീതിരഹിതർക്ക് വേണ്ടിയുള്ള നീതിമാന്റെ മരണമായിരുന്നു. ശരീരത്തിൽ മരിച്ച് ആത്മാവിൽ ജീവൻ പ്രാപിച്ചുകൊണ്ട് നിങ്ങൾ ദൈവസന്നിധിയിൽ എത്തിക്കുന്നതിന് വേണ്ടിയായിരുന്നു. No one comes to Father except through me. നിങ്ങളെ ദൈവസന്നിധിയിൽ എത്തിക്കുന്നതിന് വേണ്ടിയായിരുന്നു അത്. ആമേൻ. ഹല്ലേലൂയ. യേശു വന്നിരിക്കുന്നത് നമ്മളെ ദൈവസന്നിധിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ പാപങ്ങളെ കഴുകി. എന്നോട് അല്ലാതെ ആരും പിതാവിൻ്റെ സന്നിധിയിലേക്ക് എത്തത്തില്ല. എൻ്റെ പാവങ്ങളെ ഏറ്റെടുക്കാൻ ദൈവം തന്നെ ഇറങ്ങി വന്നിരിക്കുകയാണ്, കഴുകാൻ ഭൂമിയിൽ. സ്തോത്ര. ഹല്ലേലൂയ. ഭൂമിയിൽ വെച്ച് അറുക്കപ്പെടണം. സ്വർഗത്തിൽ വെച്ചല്ല, ഭൂമിയിൽ വെച്ച് അറുക്കപ്പെടെങ്കിൽ ഭൂമിയിലേക്ക് ഇറങ്ങി വരണം. ദൈവം ഭൂമിയിൽ, ദൈവത്തിന് മാത്രമേ മനുഷ്യന്റെ വിടുതൽ വില കൊടുക്കാൻ സാധിക്കത്തുള്ളൂ. അത് ഭൂമിയിൽ ഇറങ്ങി വന്ന് ചെയ്യണമായിരുന്നു. യാഗം ഭൂമിയിൽ വെച്ച് നടക്കണമായിരുന്നു. യാഗം ഭൂമിയിൽ അർപ്പിക്കപ്പെടണമായിരുന്നു. മനുഷ്യകുലത്തിന് വേണ്ടി ഭൂമിയിൽ, ജെറുസലേമേ ഇതാ പാവമോചനത്തിന് വേണ്ടി കാളകൾ അർത്ഥ ദേശമാണെങ്കിൽ, ഇതാ ദേവാലയത്തിന് വെളിയിൽ യഥാർത്ഥമായ ബലി ഭൂമിയിൽ വെച്ച് നടക്കണമെങ്കിൽ ഭൂമിയിൽ വരണം. ദൈവം ഭൂമിയിൽ വെച്ച് വീണ്ടെടുക്കപ്പെടണം. ഭൂമിയിൽ വെച്ച് വിടുതൽ സംഭവിക്കണം. സ്തോത്ര. ഹല്ലേലൂയ. ഇവിടെ നിന്ന് നിന്നെ കഴുകി വിശദീകരിച്ച് കൊണ്ടുപോകുന്നൊരു സ്ഥലം ഇവിടെയല്ല, ദൈവത്തിന്റെ രാജ്യത്തിലേക്കാണ്. I am the way, I am the truth, I am the life. ദൈവം പറഞ്ഞ വഴിയും സത്യവും ജീവനും ഞാനാണ്. ഇത് വിശ്വസിക്കുന്നവൻ ഇതാ ദൈവരാജ്യത്തിന്റെ സന്നിധിയിൽ, ദൈവരാജ്യത്തിന്റെ അനുഗ്രഹത്തിൽ മാത്രത്തിലേക്ക് ചേർക്കപ്പെടുകയാണ്. ഇന്ന് ഇത് വിശ്വസിക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കട്ടെ, ദൈവം കഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.